ദില്ലു കണ്ടുപിടിച്ചോണ്ട് വന്ന നീ ഹോളും ഇല്ല ഒന്നും വേണ്ട വേണ്ട. മമ്മിയൊക്കെ വിചാരിക്കും ഞാൻ വല്ല വടിവാളിട്ട് വെട്ടിയതാന്ന്. ഞാനാണ് ഇന്ന് വ്ളോഗ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ദിലുനായിരുന്നു ഭയങ്കര എനർജി ഫുഡ് വ്ളോഗ് ചെയ്യുന്നോണ്ട്. ഇന്ന് പ്രിയ മോഹനാണ് ഭയങ്കര എനർജി. എന്താ കാര്യം? ഷോപ്പിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രിയ മോഹനാണ് ഭയങ്കര എനർജി അല്ലേ? അതിനു മുന്നേ നമ്മൾ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരുടെയും വീട്ടില് സ്ഥിരമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടിഷ്യൂ. പക്ഷെ ഫേഷ്യൽ ടിഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫേഷ്യൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫേസിന് മാത്രമല്ല നമുക്ക് അല്ലാതെയും ടിഷ്യൂ ആയിട്ട് ഉപയോഗിക്കാം. എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും, അതാണ് ഗുണം. ഫേഷ്യൽ ടിഷ്യൂ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹീലിംഗ് ടിഷ്യൂ. ഹീലിന്റെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ബൈ 1 get 1 ഫ്രീ. ഈ എനർജി ഒക്കെ ടിഷ്യൂ ബോക്സിന്റെ അല്ല കേട്ടാ. എനർജി ഒക്കെ എന്താ പറയാ, പ്രിയ ഷോപ്പിംഗ് പോകുന്നതാണ്. അപ്പൊ കിട്ടും എന്നുള്ള ആഗ്രഹം എന്തൊക്കെയായിരിക്കും. എന്തായാലും ഇതാണ് ചീപ്പസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഇൻ തൈവാൻ. ഓക്കെ, ഏറ്റവും ചെലവാകുന്ന ഒരു സാധനമാണ് ടിഷ്യൂ. ഇതെന്താ അറിയോ, എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന വേദന മൂക്കിയിട്ടാണ്. എപ്പോഴും പഠിക്കുമ്പോ വഴക്കിട്ടി ഡൈനിങ് ടേബിൾ തന്നെ വെച്ചോളൂ. മൂക്ക് തീറ്റാന്, പഠിക്കാന്, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ എല്ലാത്തിനും ടിഷ്യൂ അത്യാവശ്യം. അപ്പൊ സോഫ്റ്റ് ടിഷ്യൂ കമ്പൽസറി ആണ്. നിങ്ങൾ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ ഒരു 10-20 രൂപ നോർമൽ ടിഷ്യൂ കാട്ടി കൂടുതലാണെങ്കിലും ഫേഷ്യൽ ടിഷ്യൂനെ വാങ്ങി എല്ലാത്തിനും അത് ഉപയോഗിക്കുക. അതാണ് പുറപ്പെട്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇന്ന് എങ്ങനെയുണ്ട് രാവിലെ നല്ല മഴയായിരുന്നു. നമ്മൾ എവിടെയാ ഷോപ്പിംഗ് പോകുന്നതെന്ന് അറിയോ? അണ്ടർഗ്രൗണ്ട് ആണ്. അണ്ടർ വേൾഡ് അല്ല, അണ്ടർഗ്രൗണ്ട്. ഒന്നുമില്ല. ആൻഡ് ഈ അണ്ടർഗ്രൗണ്ട് തൈവാനിലെ ബിഗസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെന്റർ ആണ്. ഏകദേശം 2 കിലോമീറ്റർ ഓഫ് അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് ആണ്. 2 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട്. അങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ. മേധുവിന് നടക്കുന്നില്ലാന്ന്. ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നമ്മൾ എടുത്തത് ഹോട്ടലിന് കുറച്ച് റേറ്റ് കൂടിയാലും മെട്രോന്റെ അടുത്ത് എടുക്കുന്ന. ഇനി എവിടെ പോയാലും പെർ ഡേ ഒരു 1000 റുപ്പീസ് കൂടിയാലും കുഴപ്പമില്ല അല്ലേ? എന്തോരം ടൈം ലാഭം, ടാക്സി ലാഭം. ലാസ്റ്റ് ടയേർഡായി ക്ഷീണിച്ചു വന്നു കഴിഞ്ഞാൽ നടക്കണ്ട. ഇനി എപ്പോഴും അങ്ങനെ എടുത്താൽ മതി. ഇന്ന് ഞാൻ പറഞ്ഞ പ്രിയ പൊളിക്കും. നേരെ മെട്രോ സ്റ്റേഷൻ അകത്ത് വന്നു. ഈ മെട്രോ സ്റ്റേഷൻ അകത്തൂടെ നടന്ന് നേരെ മോളിലേക്കും പോവാം. ഇവിടുന്ന് വെളിയിൽ ഇറങ്ങണ്ട. അതെ, ഇത് കണ്ടുപിടിക്കാനാണ് പാട്. ഇവിടെ കുറെ അണ്ടർഗ്രൗണ്ട് മോളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് തൈപ്പേ സിറ്റി മോൾ. അപ്പൊ ഈ തൈപ്പേ സിറ്റി മോള് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഇവിടെ കുറെ എക്സിറ്റ്സ് ഉണ്ട്. ഇത് മെയിൻ സ്റ്റേഷനാണ്. എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് പിന്നെ ഈ ഇത്രയും കൺഫ്യൂഷൻ മെട്രോ സ്റ്റേഷൻ ഒക്കെ നിസ്സാരമാണ്. കാരണം എന്താ? പിന്നല്ലാതെ ജപ്പാനിലെ ഷിൻജുക്കു സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ ആളാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ 100 something എക്സിറ്റ്സ് ഉണ്ട്. 100 എക്സിറ്റ്സും കണ്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു തെറ്റി എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ നടന്നാലേ കറക്റ്റ് സ്ഥലത്ത് എത്തുള്ളൂ. മോളിക്ക് ഞാൻ രാവിലെ പോയി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടാ. യു വിൽ നോട്ട് ഗെറ്റ് അപ്പ് നോ. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കണ്ട. സ്വീറ്റ് പൊട്ടറ്റോ വേണോ? തുടക്കം നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നടക്കാനുള്ള എനർജി കാണും. മെട്രോ സ്റ്റേഷനിൽ നിന്ന് വന്നിക്ക് ഇതൊക്കെ അടിയിലാണ് പ്രിയ. ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ഒരു വേൾഡ് അല്ലേ? അല്ലല്ല, എല്ലാം ഉണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് മാൾ ഇതാന്നാ പറയുന്നത്. ഇനിയിപ്പൊ ഞാൻ വന്നത് വല്ല തെറ്റി സ്ഥലമാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ കറങ്ങി നോക്കാം. വേണ്ട, മറ്റേ പെട്ടി വേണ്ടേ? ഇനി വേറെ പെട്ടി ഇല്ല. ഇത് ക്യൂ സ്ക്വയറാ. ഇതുപോലെ എന്തോരം അണ്ടർഗ്രൗണ്ട് മോൾസാ. നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. നേരെ പോയിട്ട് റൈറ്റ് തിരിയാനാ പറഞ്ഞത്. ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ഫ്ലോപ്പ് ആയാ? ഇതൊന്നും കാണുന്നില്ലല്ലോ. എല്ലാം അടച്ചു തോന്നുന്നു പ്രിയ. ഷോപ്പിംഗ് ഇല്ല പ്രിയക്ക് തൈവാനില്. ഈ കേറി വരുമ്പോ തന്നെ ഉണ്ടല്ലോ കണ്ണ് കാണാത്തവരുടെ മസാജാ. അവരാ മസാജ് ചെയ്യുന്നത്. ബ്ലൈൻഡ് പേഴ്സൺസാ മസാജ് ചെയ്യുന്നത്. വലിയ റേറ്റ് ഇല്ല. ലൈക്ക് അരമണിക്കൂറിന്റെ ഫുഡ് മസാജിനൊക്കെ 1000 രൂപ, 1200 രൂപ. തായ്ലാൻഡ് വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ്, എന്നാലും ഓക്കെയാ. ഇതാണ് സ്ഥലം. ഡ്രസ്സുകളുടെ റേറ്റ് 250, 200. ഇത് ഓക്കെ ആണോ? സെറ്റപ്പാണ് ഇത്. നോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങ. എന്നിട്ടാണ് എനിക്ക് വ്ളോഗ് ചെയ്യാൻ.
എന്തൊരു ആംബിയൻസ് അല്ലേ, ലൈവ് മ്യൂസിക് ഒക്കെ. ഇവിടെ 7-Eleven ഉണ്ടല്ലോ, രക്ഷപ്പെട്ടു. ഇവിടെ എപ്പോഴും ലൈവ് മ്യൂസിക് കാണുന്നു. ഈ സൈഡ് പോവാം, ആ സൈഡ് പോവാം, ഈ സൈഡ് പോവാം. ആ അത് ഇട്ടാ പ്രിയ പൊളിക്കും. ആ നോക്കുന്നത് തന്നെ സംഭവമായിരിക്കും പ്രിയ. ശരിക്കും ഒരു ചൈനക്കാരിനെ പോലെയാവും. ട്രെൻഡിങ് ആവും. ഞാൻ എഴുതി വെക്കുവാണ്. ഇതിട്ടിട്ട് വേണം ഡാഡി പറയുന്നത് നീ ഏത് സ്കൂളിലാ പോകുന്നതെന്ന് പറയുന്നത്. ഇത് 1 മൈൽ അണ്ടർഗ്രൗണ്ട് മോൾ എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് 1 മൈൽ, ഏകദേശം ഒരു 1.8 കിലോമീറ്റേഴ്സ് ഓഫ് അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആണ്. ലൈക്ക് ടൂറിസ്റ്റ് സാധനങ്ങളാണെങ്കിൽ പോലും ഏറ്റവും അഫോർഡബിൾ ഷോപ്പിംഗ് സെന്റർ ഇൻ തൈവാൻ എന്നാണ് പറയുന്നത്. ഇത് നോക്ക് പ്രിയ. അത്യാവശ്യം ആർക്ക് യു എനിക്ക് വേണ്ട. പ്രിയക്ക് വാങ്ങിക്കൊടുക്കാൻ. അല്ല ദില്ലുവിന് കറക്റ്റാണ്. $300 പ്രിയ വിമാനം നോക്ക്, എന്ത് സൈസാ നോക്ക്. Why do you like all big things? Because I am big. You are big. അപ്പൊ ഞാൻ always go for bigger things. അത് കറക്റ്റാ. In life. Oh. Shakespeare ആയി പെട്ടെന്ന്. Motivational quote of the day. Shakespeare ആയി പെട്ടെന്ന്. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഒരു സാധാരണ ഒരു ടൂറിസ്റ്റ് വരുവാണെങ്കിൽ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇതാണ്. കുറച്ച് ഡ്രസ്സുകൾ എല്ലാം ഉണ്ട്, ഒരു മാർക്കറ്റ് ഫീലിംഗ് ആണ്. പക്ഷെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒന്നുമില്ല. സോ ഈ പാൻസ് ഒക്കെ 100 ഉള്ളൂ പ്രിയ, 250 റുപ്പീസേ ഉള്ളൂ. ജീൻസും പാൻസ് ഒക്കെ. അകത്തേക്ക് കയറുന്ന ഷർട്ട് ഡ്രസ് കണ്ടിട്ടായിരിക്കും. ഇന്നലെ പറഞ്ഞേ ഉള്ളൂ ഒരു ഡെനിം ജാക്കറ്റ് വേണമെന്ന്. ആക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. സൈസ് ഇല്ല. അങ്ങനെ തന്നെ വേണം. കേട്ടല്ല അല്ല ഇങ്ങോട്ട് നോത്തിരിഞ്ഞ ചെത്തായിട്ടുണ്ട് പറയാ. ചെത്ത് എന്നൊക്കെ പറയില്ല, ചെത്ത് പയ്യൻ ചെത്ത് പെണ്ണെന്നൊക്കെ. അടിപൊളിയായിട്ടുണ്ട്, നല്ല പയ്യ. ഇതിന്റെ കൂടെയും ചേരുന്നുണ്ട്. നല്ല പയ്യോ അല്ലേ. 1200-1100 റുപ്പീസേ ആവുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ഡിസൈനും നല്ല ഒരു ക്ലാസ് തോന്നിക്കുന്നുണ്ട്. യാ കൊള്ളാം കേട്ടോ. അവനെ കാണിച്ചിട്ടില്ല, അവൻ തിരിഞ്ഞിരിക്കുവാണ്. പ്രിയ പയ്യെ സംസാരിക്കുക. തിരിച്ച സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അമ്മയ്ക്ക് മോനും ജാക്കറ്റ്. മോന് സൈസ് ഇല്ല. വേദു ക്ലോസ് യുവർ ഐസ്. വേണോ വേണ്ടയോ ജാക്കറ്റ്? അവൻ ഫോൺ ഓഫ് ചെയ്തിട്ട് വരാനാ. ഇട്ട് നോക്കട്ടെ. വന്നേ. കിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് പക്ഷെ തൈവാനിൽ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ബ്രാൻഡഡ് സ്ഥലത്തേ കിട്ടുള്ളൂ, കാരണം സൈസ് കാണില്ല. നൈറ്റ് ഡ്രസ്, നൈറ്റ് ഡ്രസ് നല്ല മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ തൈവാന്റെ. അതിപ്പോ 2 വർഷമായില്ലേ, അതാ യൂസ് ചെയ്യുന്ന. സമയമായി, നിരപ്പിച്ചു. അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതെ, നിരപ്പിക്കാൻ ഭയങ്കര ചീപ്പാ പറയാ. ഇത് നല്ലതാ പറയാ. ഇതാണ് എന്റെ അഭിപ്രായത്തിൽ ബെറ്റർ. രാത്രിയൊക്കെ ഇടാനും കിടക്കാനും എല്ലാത്തിനും സൗകര്യമാണ്. ഇത് വെളിയിലിട്ടോട്ട് നടക്കരുത്. ലാസ്റ്റ് ആക്ച്വലി നമ്മുടെ ഹോട്ടൽ വ്ളോഗ്സ് ഒക്കെ പോകുമ്പോൾ കുറച്ച് നല്ല നൈറ്റ് ഡ്രസ് ഇടണ്ടേ, ഫുഡൊക്കെ കഴിക്കാൻ പോകാൻ. അതിനും ഇതൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അല്ല, അത് ആക്ച്വലി പുറത്തുവിടാം. പെട്ടെന്ന് വേണമെങ്കിൽ കാർ എടുത്ത് മമ്മിയുടെ വീട്ടിൽ. അത് വേണ്ട. ലാസ്റ്റ് എല്ലാം അങ്ങനെയാണ് നടക്കുന്നത്. മമ്മി പറയും നീ ആ നൈറ്റ് ഡ്രസ് ഒന്ന് ഊരി നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഇത് നല്ലതാ. 3 എടുത്തോ അങ്ങോട്ട്. കണ്ണും പൂട്ടി എടുത്തോ? കണ്ണും പൂട്ടി എടുക്കാൻ പറ്റൂല, സൈസ് മാറിപ്പോവും. എന്താ ഒരു ചിരി അത് കണ്ടപ്പോ. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓ അത്യാവശ്യം അത് അല്ലേ? സൂപ്പർ അല്ലേ? നല്ലതാ. ഏത് വേണമെങ്കിലും എടുത്തോ. നൈറ്റ് ഡ്രസ് അല്ലേ, ഇനി അതിനെന്താ ഇത്ര സെലക്ഷൻ? അല്ല, ഞാൻ പുറത്തിടുന്നു. അത് പറ്റില്ല പറയാ. എന്ത് നല്ല മെറ്റീരിയൽ അല്ലേ. ഞാൻ പറഞ്ഞേ this is actually പുറത്തിടുന്ന ഡ്രസ് അല്ല. ഇത് നൈറ്റ് ഡ്രസ്സിന്റെ ഷോപ്പാണ്. ഞാൻ പ്രത്യേകം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ആക്ച്വലി ഒന്നും ഇല്ല, മര്യാദയ്ക്ക് രാത്രി വീട്ടിന്റെ അകത്ത് ഇട്ടാ മതി. ഇത് ഞാൻ പുറത്തു വിടും. നിങ്ങൾ എന്നെ ഇത് പുറത്തിട്ട് കണ്ട മനസ്സിലാക്കിക്കോ. നൈറ്റ് ഡ്രസ് ഇട്ടാണ് പ്രിയ ചേച്ചി വെളിയിൽ ഇറങ്ങുന്നത്. തൈവാനിന്ന് വാങ്ങിച്ചതാണ്. അങ്ങേരുടെ സ്റ്റൈല് കണ്ടാ, മുടിയൊക്കെ. താങ്ക് യു. അടിപൊളിയായിട്ടില്ലേ? വാ. കൊടുത്താ? പൈസ കൊടുത്തു. ഓ എന്ത് വേണം. അടുത്ത് നിരപ്പിക്കാനുള്ള ആയി. അത് തന്നെ. ഇത് ഇവിടെ ഒക്കെ കൊറേ നൈറ്റ് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ പ്രിയ.
എനിക്കൊന്ന് നൈറ്റ് ഡ്രസ്സിന്റെ കേന്ദ്രം തോന്നുന്നു. കൊറിയയുടെ ശരിക്കും ഒരു കൊറിയൻ വൈബ് അല്ലേ? കൊറിയയിൽ നമ്മൾ പോയ മാർക്കറ്റിന്റെ സെയിം വൈബാ. പെട്ടികള്, ആക്സസറീസ്, ഡ്രസ്സുകള് എല്ലാം കൂടെ മിക്സ് ആയിട്ട്. ഇവിടെ ഉണ്ട്. ഓ അത് വാങ്ങണ്ടേ? അത് വാങ്ങാതെ പോകാൻ പറ്റുമോ? ആ തൈവാനിലെ കുട ഭയങ്കര ഇല്ല AC-യുടെ. തൈവാനിലെ കുട ഭയങ്കര സംഭവം കേട്ടാ. 100-250 രൂപയ്ക്ക് കുട വേണമെങ്കിൽ എടുത്തോ. പക്ഷെ അതിൽ ഇതുണ്ടാവോ? എന്താ ഇനി UV പ്രൊട്ടക്ഷനും മറ്റേ ബ്ലൂടൂത്ത് ഒക്കെ വേണമായിരിക്കും അല്ലേ? UV പ്രൊട്ടക്ഷൻ വേണം. പ്രായം തന്നെ പോകുന്നു. ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ കേട്ടോ ഒരാള്. നോക്കിക്കോ. ആ ദൂരെ പിടിക്കാൻ. ഓക്കെ അതൊക്കെ അത് കോമണാ. ഇതേ പ്രസ് ചെയ്യുമ്പോ തിരിച്ചു ചെറുതാവും. അതാണ് അതിന്റെ ടെക്നോളജി. കാറി കേറി മഴ എങ്ങാനും പെയ്ത കൊടയം കൊണ്ട് ഇങ്ങനെ എന്താ പറയാ, കൊടയം കൊണ്ടുള്ള ഞാൻ യുദ്ധമാണ് മടക്കാനും തുറക്കാനും. ഇതാവുമ്പോ ഒരു ബട്ടൺ മതിയല്ലോ. ഓക്കെ പ്രിയ മാറ്റി കൊടയുടെ കളം മാറ്റി. കാരണം എന്താ അറിയോ, ഇത് സൂപ്പർ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പുതിയ കാറൊക്കെ വാങ്ങുമ്പോ വെള്ളം അകത്ത് കയറാൻ പാടില്ലല്ലോ. കളർന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മോ കണ്ണ് ചിമ്മി തള്ളി അടിച്ചു പോകും. ഇത് സംഭവം ആട്ടാ പ്രിയ. ഇതിപ്പോ മറ്റേ കൽപ്പനയുടെ സിനിമയില് എന്താ ഭയങ്കര ലുക്ക് ആട്ടാ സത്യം. പിന്നെ പ്രിയ ഇതെടുത്താ മതി, എല്ലാരും നോക്കും. കൽപ്പനയുടെ സിനിമയിലെ മറ്റെന്താ UV അങ്ങനെ എന്താ പറയുമല്ലോ, UGC അങ്ങനെ അതുമാതിരി ഞാനും ഒരു കണ്ണാടി വെച്ച് എറണാകുളം കാറിൽ നിന്ന് ഇത് ഇറങ്ങിക്കഴിഞ്ഞാ ഓ എനിക്ക് ഇത് മതി കഴിയാ. തിരിഞ്ഞു നോക്കോ? പിന്നെ ഇല്ലേ ആക്സിഡന്റ് ആവോ? അതൊക്കെയാ ചെലപ്പോ. ഞാൻ ആരും മറക്കില്ല. വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഓർമ്മയാണ് ഈ കൊട തൈവാനീതാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ഔട്ട്ലെറ്റ് ആണെന്ന് തോന്നുന്നത്. ഇവിടെ തൈവാനീസ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് റോസ്റ്റ് ചിക്കനും ഹാഫ് ഫ്രൈഡ് ചിക്കനും കുറച്ച് നഗറ്റ്സും അങ്ങനത്തെ ഹണി ലെമൺ ടീ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ലോക്കൽ ചെയിൻ ആണെന്നാണ് തോന്നുന്നത്. എല്ലാം നാച്ചുറൽ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഷോപ്പിംഗ് വേണ്ട പ്രിയ. ഓ എന്തൊരു ഇടിക്കാൻ പോന്ന ഇത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇത് ഹണി ലെമൺ ടീ ആണ്. അതിൻ്റെ കൂടെ ചിക്കനും ഗ്രേവിയും പിന്നെ എന്തൊക്കെ ബണ്ണും ഒക്കെ തന്നിട്ടുണ്ട്. ഡൈനോസറിന് കഴിക്കാനുള്ള അത്ര ഫുഡുണ്ട്. വേണ്ട ഈ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് പ്രിയ. അല്ല വിശക്കുന്നില്ല, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ മാത്രം മതിയെന്ന്. ഈ ചിക്കൻ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ, എനിക്ക് നല്ല വിശക്കുന്നു. ഓക്കെ ആ ദേഷ്യത്തില് പറയുന്നല്ലേ. ഇതൊന്നും വേണ്ട, കുടിക്കാൻ മാത്രം മതി. ഓ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതാണ് അതിന്റെ കോഡാ. നല്ല ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ? ഈ ചിക്കൻ കണ്ടാൽ തന്നെ അടിപൊളിയായിരിക്കും. ഗ്ലൗസ് ഒക്കെ ഉണ്ട്, അപ്പൊ കൈ അഴുക്കാവില്ല. ഈ ചിക്കൻ മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യമേ. എന്തൊരു ഗ്ലേസിങ് നോക്ക്, എന്തൊരു ലുക്കാണ്. എനിക്ക് വരുന്നില്ല. ഗ്രിൽ ചിക്കൻ മാത്രമായിട്ട് കഴിച്ചു എന്താ പച്ച ഡ്രസ്സും അല്ലേ, ഗ്രീൻ ഡ്രസ്സും. ഒട്ടും ഡ്രൈഡ് ഔട്ട് അല്ല. നമ്മുടെ പെർഫെക്റ്റ് ഗ്രിൽ ചിക്കൻ സംതിങ് വിച്ച് ഇസ് നോട്ട് ഡ്രൈ, ലൈറ്റ് മസാല. ഈവൻ ഇതിന്റെ വൈറ്റ് മീറ്റ് മാത്രമായിട്ട് കഴിച്ചോണ്ടല്ലോ അടിപൊളി. ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. ഇവിടെ എല്ലാവരും ചിക്കൻ പിച്ചിയല്ല കഴിക്കുന്നത്, കടിച്ച കഴിക്കുന്നത്. ഇങ്ങനെ തന്നെ. ഞാൻ നോക്കട്ടെ കുറെ. ഇപ്പൊ വെൻ ഇൻ തൈവാൻ ബി ലൈക്ക് തൈവാനീസ്. നോക്കട്ടെ. ഈ ചിക്കൻ ജീവനോടെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഇൻ ദ സെൻസ് അത്രയും ലിക്വിഡ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബ്ലഡ് അത്രയും ജ്യൂസിയാണിത്. സത്യം പറഞ്ഞിട്ടുണ്ട് ഇത് കഴിച്ചു കഴിയുമ്പോൾ യു ജസ്റ്റ് ഫോർഗെറ്റ്. തൈവാൻ ഡസ് ഗ്രിൽ ചിക്കൻ അല്ല ഫ്രൈഡ് ചിക്കൻ ലൈക്ക് ബെറ്റർ ദാൻ എനിവൺ എൽസ്. കൊറിയയാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡ് ചിക്കൻ ചെയ്യുന്നത്. അല്ല ഐ ഫീൽ തൈവാൻ സ്ട്രീറ്റിൽ നിന്ന് കഴിച്ചാലും ഇതുപോലത്തെ തൈവാനീസ് ലോക്കൽ ചെയിനിൽ നിന്ന് കഴിച്ചാലും എവിടെ നിന്ന് കഴിച്ചാലും ദിസ് ഇസ് സോ ഗുഡ്. നോക്ക് എന്തൊരു മോയ്സ്ചർ നോക്ക്. ആൻഡ് സോ ക്രിസ്പ് ആൻഡ് ബാറ്ററിന് ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. ഇറ്റ് സ്പൈസി. പ്രിയ ഇത്രയും വൃത്തിയോടെ ഒരു ചിക്കൻ ഇതുവരെ കഴിക്കുന്നത് കണ്ടിട്ടില്ല. നോക്ക് ആ പ്ലേറ്റ് നോക്ക്, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു.
അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ വെച്ചാൽ എനിക്ക് കുറച്ച് ബാക്കി കിട്ടും. സാധാരണ എപ്പോഴും അങ്ങനെയാണല്ലോ. ഇതൊന്നും കിട്ടിയില്ല. സാധാരണ എല്ലില്ലെങ്കിലും കുറച്ച് ഇറച്ചി കാണുന്ന ഇത് അതും ഇല്ല. മെയിൻ ആയിട്ട് വേണ്ടത് എന്താ? സൂട്ട് കേസ്. അതിവിടെ കിട്ടില്ല. ഇവിടെ കിട്ടില്ല. ആ സൂട്ട് കേസ് കിട്ടില്ല. ഞാൻ വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. നല്ല ടീഷർട്ട്സ് അല്ലേ? ഇതൊരു കൊറിയൻ സ്റ്റൈൽ. എല്ലാവരും കൊറിയൻ സ്റ്റൈലാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ ടൈ ഉള്ള ഷർട്ട് ഇതൊക്കെ ഇട്ട് നടക്ക്. കുറച്ച് ട്രെൻഡിങ് ആവ്. സൂപ്പർ ആയിരിക്കും. അതും ജീൻസും കൂടെ ഇട്ടാ. സ്കേർട്ട് ഇട്ടാലും പോവും. സ്കേർട്ടും സ്കേർട്ടും ആരും കളിയാക്കില്ലെങ്കിൽ നമ്മുടെ യൂണിഫോം ആക്കിയാലോ സ്റ്റോറില്. അടിപൊളിയാ. But I want them to wear a skirt. അതവരിടില്ല. Denim skirt at least. ഷോർട്ട് സ്കേർട്ട് ഇടില്ല. വേണ്ട, മുട്ടിന് താഴെ. Denim skirt, long denim skirt, ഒരു ടൈന്റെ ഷർട്ട്. സൂപ്പർ അല്ലേ? സൂപ്പർ ആയിരിക്കും. നല്ലത്. കൊറിയക്കാരൊക്കെ ഇടുന്ന പോലത്തെ കണ്ടാ. എന്റെ ഹുഡ് വരുന്നത് മിക്കി മൗസാ. എത്രയാ നോക്കട്ടെ? 690. വലിയ കൂടുതലല്ല. അല്ലല്ല. നല്ല രസമുണ്ട്. കണ്ട ക്ലാസ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പ്രിയക്ക് പ്രശ്നം നാട്ടിൽ ഇതൊക്കെ ഇട്ടോണ്ട് നടന്നു കഴിഞ്ഞാൽ, മൂന്നാറൊക്കെ ഇട്ടോണ്ട് നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുമെന്നാണ്. എനിക്ക് കുഴപ്പമില്ല. റേറ്റ് സംസാരിച്ചു നോക്ക്. ഞാൻ എവിടെ വെയിറ്റ് ചെയ്യുന്നേ നോക്ക്. കല്ലിന്റെ മാലയും ആക്സസറീസ് ഒക്കെ വെച്ച്. എന്ത് ടൈപ്പ് ആവോ? ഇതുപോലത്തെ എന്തോ സ്പെഷ്യൽ സ്റ്റോൺസ് ആണ്. അന്ന് എന്തായാലും എടുത്തിട്ടോ പ്രിയ. അത്യാവശ്യമാണ്. ഒന്ന് കാമാവട്ടെ. അല്ലെങ്കിൽ എൻ്റെ ബ്രണ്ട് ഞാനും ഏതുമാണ് കൊള്ളുന്നത്. കാമി പൈസ നോക്കണ്ട, ഏത് വേണമെങ്കിലും എടുത്തോ. ഏറ്റവും കാമിയുള്ള നോക്കിയെടുക്ക്. ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇവരുടെ ഒരു പോസിറ്റീവ് എനർജിയുടെ പീസിന് വേണ്ടിയൊക്കെ ഉള്ള സ്റ്റോണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ലുക്സിലാണ് ഇത് വീണത്. വെരി കളർഫുൾ ലൈക്ക് മീ. അതിന് അടിയിൽ നല്ലൊരു സ്പെഷ്യൽ എന്തോ ഒരു ആംബുലറ്റ് പോലത്തെ സാധനമുണ്ട്. എനിക്ക് വളരെ റെയറായിട്ട് എനിക്ക് ആ കൂടെ ഇത്രയും വർഷം ട്രാവൽ ചെയ്തതിൽ ഈ ടർക്കിയിലെ ഈവിളൈ ബ്രേസ്ലെറ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇത് ഈവിളൈസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി ബ്രേസ്ലെറ്റ് അമ്മ എനിക്ക് വേണ്ടി പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അതുപോലെ തന്നെ ഇത് എനിക്ക് സെക്കൻഡ് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന വേറൊരു ബ്രേസ്ലെറ്റ്. ഇത് പ്രിയയുടെ സെലക്ഷനാണ്. ഇനി മിക്കവാറും എനിക്ക് ഉയർച്ചയായിരിക്കും. യു കനോട്ട് ക്യാരി ഓൾ ദിസ്. ഇത് എന്നെ പോലത്തെ കളർഫുൾ ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ? പ്രിയമോന്റെ കയ്യിൽ കണ്ടിട്ടില്ലേ? എന്റെ ആണ് സൂപ്പർ. നോക്കിക്കേ, അടിയിലെ തൂക്കിക്കളോ. ഇനി ഞാൻ പീസും പോസിറ്റിവിറ്റിയുടെ പ്രതിഭാസമായിരിക്കും. വേണ്ട, എന്റെ കയ്യിൽ കടന്നാൽ ഇതൊക്കെ ഒരു ഭംഗിയുള്ളൂ. നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. അടിപൊളിയല്ലേ സാധനം? എന്റെ 3 സാധനം അടിപൊളിയാ. ഇത് 2 പ്ലസ് എന്റെ ലോക്കറ്റും 3 എത്ര പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? എന്നാ പവർ പോസ് എന്തിനാ പിടിക്കുന്നത്? ഈ പോസിനാണ് പവർ പോസ് എന്ന് പറയുന്നത്, അറിയോ? ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഞാൻ ഇപ്പൊ ഫുൾ ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിക്കുക. ഷോപ്പൊക്കെ തുടങ്ങിയ പിന്നെ സ്റ്റാഫിനെ ട്രെയിൻ. ഇത് പവർ പോസ് എന്ന് പറയും. ജോലി ചെയ്യാത്ത ഇങ്ങനെ നിക്കണം. അപ്പൊ അവർക്കൊരു പേടി ഉണ്ടാവും. എനിക്കറിയാം, നൈഫ് മസാജ് എന്ന് പറയും. ഭയങ്കരമായിട്ട് ഇവിടെ പോപ്പുലർ ആയി സംഭവം. നൈഫ് വെച്ച് മസാജ് ചെയ്യും. ഇത് ഗിമിക്കാണോ ശരിക്കുള്ള റിസൾട്ട് ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ നൈഫ് മസാജ് എനിക്ക് മുഖത്തൊന്നും വേണ്ട, ശരീരത്ത് വേണോ? കുറച്ച് ശക്തി കൂട്ടി ചെയ്യാൻ പറയാൻ വേണമെങ്കിൽ. ഇറങ്ങുന്നില്ലേ ഗാംബ്ലർ പ്രിയ? ഡ്യുവൽ പേഴ്സണാലിറ്റി. എനിക്ക് ഫെറോറോ റോഷർ കിട്ടി. അത് എനിക്ക് തോന്നുന്നു ഒരു 10 കോയിൻ കളഞ്ഞിട്ടായിരിക്കും ഫെറോറോ റോഷർ കിട്ടി. അല്ല, 2 എണ്ണം. എന്താ വന്നേ. പ്രിയ എന്നോട് ലവ് ഉണ്ടെങ്കിൽ, LOVE ഉണ്ടെങ്കിൽ എനിക്കിത് ഈ സാധനം വാങ്ങിത്താ. പ്ലേസ്റ്റേഷൻ 5. ഇപ്പോഴല്ലേ മുതലാളി, ഞാൻ തൊഴിലാളിയായി. വേണ്ട, അത് കളിച്ചോണ്ടിരുന്ന ഞാൻ മുതലാളി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ വാങ്ങിയാനെ. അതിന് മുൻപ് തന്നെ ഇരിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള പണി നടക്കൂല. മുതലാളി മരിക്കുന്നവരെ ഗിഫ്റ്റ് മറക്കില്ല പ്രിയ. മുതലാളി തൊഴിലാളിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ്ടേ? അപ്പൊ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചാ എന്നാലും ഒരു റിവാർഡ് ആയിട്ട് വാങ്ങി തരാലോ. പ്രിയ ഇത് നോക്ക്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വീഡിയോ ഗെയിം കളിക്കാം.
ഓ സമാധാനായല്ലോ. വേദു ആ കളിച്ചോ, എടുത്ത് കളിച്ചോ, എത്ര നേരം വേണമെങ്കിലും കളിച്ചല്ലേ. ആ ഞാൻ കറക്റ്റ് അവിടെ ഇരിക്കാൻ സ്ഥലം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് വരാം. കളിക്ക്, അറിയാലോ വേദുവിന്, വേദുവിന്റെ ഉണ്ടല്ലോ ഇത്. പിന്നെ മൊത്തം നമ്മുടെ ഈ ഒരു ആനിമേ ഫിഗേഴ്സും ഗെയിംസും ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല കേട്ടോ, കംപ്ലീറ്റ് ഗെയിംസും എസ്പെഷ്യലി നിന്റെൻഡോ, പ്ലേ സ്റ്റേഷൻ, പിന്നെ ഈ ആനിമേ സാധനങ്ങൾ. നമുക്ക് പ്രിയക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് വേണ്ട സാധനം വാങ്ങി തരില്ലല്ലോ, അപ്പൊ നമുക്ക് തിരിച്ചു നടക്കാം. എനിക്ക് വേണ്ട സാധനം വാങ്ങി തരില്ലല്ലോ, അപ്പൊ തിരിച്ചു നടക്കാമെന്ന്. പ്ലേ സ്റ്റേഷൻ അതിന്റെ വാശിയിലാണോ ഈ നടത്തിക്കുന്നത്? മേളിൽ ഒരു ക്യാമറ. ഓ അത് കൊള്ളാലോ. നേരെ ആ അതെ, പ്രിയയുടെ സ്വഭാവം ഒക്കെ തൈവാനീസുകാരെ അറിയട്ടെ. എന്ത് ഈ സത്യം പറഞ്ഞ എന്താ അറിയോ, ഈ ദിലു ചേട്ടൻ ഈ കയ്യിൽ ക്യാമറ പിടിക്കുന്ന സമയത്ത് ഈ ഞാൻ തൊപ്പിയിൽ ഒരു ക്യാമറ വെക്കണം. എന്തിനാ? ഇറ്റ് വിൽ കവർ യു നോ. അങ്ങോട്ട് ഇങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വ്ലോഗ് ചെയ്യാം അല്ലേ? അല്ലേ? എനിക്ക് സത്യം പറഞ്ഞ ഒരു കത്തിയൊക്കെ എടുത്ത് വെച്ച് കണ്ടപ്പോ പേടിയാവുന്നുണ്ട്. നൈഫ് മസാജ് എന്താ നോക്കാലോ, ഇന്ത്യക്കാർക്ക് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു നൈഫ് മസാജ് കാണുന്നത്. എന്നിട്ട് വേണം നമുക്ക് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. നല്ല റിലാക്സിംഗ് ആയിരിക്കും പ്രിയ. അയ്യോ ഇത് കത്തി ഇല്ലേ, വെറുതെ പറ്റിച്ചാണോ? അല്ല, കത്തി എടുത്ത് വെച്ചിട്ടുണ്ട് മുറിക്കാൻ. അത് കുറച്ചുകൂടെ ശക്തി ചെയ്യാൻ പറയാം. ഒരാളിവിടെ ടെൻഷനിൽ നോക്കുന്നുണ്ട്. ഇമറൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതിപ്പോ മറ്റേ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇടിക്കില്ലേ, കണ്ണടച്ച അതാന്ന് വിചാരിച്ചാ കൊള്ളാം, തിരിഞ്ഞു നോക്കാതിരുന്നാ കൊള്ളാം. ഇല്ലടാ അമ്മക്ക് നല്ല സുഖം, നല്ല കഥ മുറിച്ചോണ്ട് കേട്ടോ അതിന്. എനിക്ക് അതാ പേടി. ഇല്ല ഇല്ല, എനിക്കൊന്ന് ബ്ലണ്ട് ആന്ന് തോന്നുന്നു. ബ്ലണ്ട് എന്താന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഹാർഡാട്ടാ. മര്യാദക്ക് അരമണിക്കൂറിന് എടുത്താൽ മതിയായിരുന്നു. നല്ല സുഖമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ടു നൈഫ് മസാജ്. ഇനിയും കിടക്കുന്നില്ലേ നമ്മളിവിടെ? ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഹോട്ടലിൽ പോയി ഡ്രസ് ഊരുമ്പോ കാണാം. അതെ, മമ്മിയൊക്കെ വിചാരിക്കും ഞാൻ വല്ല വടിവാളിട്ട് വെട്ടിയതാന്ന്. പാട് 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 ഭാഗ്യത്തിന് വ്ളോഗ് ഉള്ളത്. ഇത് കൊള്ളാം എന്തായാലും. ഇതൊക്കെ കണ്ടിട്ട് വേണം വീട്ടിൽ പോയിട്ട്. വേദ 2 കത്തി എടുത്തോണ്ട് വരും. ഇതിൽ ആക്ച്വലി ഉണ്ടല്ലോ മുതുകിലിട്ട് അടിക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം. അതാണ്. ഒരു മിനിറ്റ് ഇതിലുണ്ടല്ലോ ശരിക്കും മുതുകിലിട്ട് ഇടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. ദൈവമേ, നല്ല ഹാർഡല്ലേ? പിന്നെ ഇത് ഊരി കഴിഞ്ഞ് നോക്കണം. അവരെനിക്ക് തോന്നുന്നു മുതുകിലെ നീര് മുറുക്കിയാന്ന് കഷ്ണങ്ങളായിട്ട്. ഓഹോ, അത് നല്ലതാട്ടാ, കുറച്ച് ബുദ്ധി ഉദയൊക്കെ ഉണ്ടാവും. ഉള്ള ബുദ്ധി പോവാതിരുന്നാ കൊള്ളാം. അത് പോവില്ല പറയാ. നല്ല രസമുണ്ട്. സുഖമുണ്ടോ? എല്ലാവർക്കും പേടിയായിരിക്കും നൈഫ് മസാജ് ചെയ്യാൻ, പക്ഷെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ സിറ്റി മോളിൽ വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിവിറ്റി എന്നാ പറയുന്നത്. ഫ്രീയൊക്കെ ചെയ്ത് ആർക്കും ചെയ്യാലോ. അതെ, കൊള്ളാലോ. അത് ഓൾറെഡി വാങ്ങിപ്പോയി. അത് കുറച്ച് പങ്ക് സ്റ്റൈലാ പറയാ, പങ്ക് സ്റ്റൈൽ. But it looks so stylish. You came from Japan and you didn't see all this? ഇത് ജാപ്പനീസ് സ്റ്റൈൽ ആട്ടാ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സ്റ്റൈലിഷ്. This one carton 1,000%. ജപ്പാൻ. ഇതും നോക്ക്, ഇതും ജപ്പാനാ. അവിടുത്തെ ഒരു ഗോത്തിക് സ്റ്റൈലൊക്കെ പോലെ ഉണ്ട് കുറച്ച്. ജപ്പാൻ വന്നിട്ട് ഇതൊന്നും എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നില്ല. ഞാനിത് നോക്കിയല്ലോ നടക്കുക, ഞാൻ ഫുഡ് കപ്പിയല്ല നടന്നത്. അതാണ്. കഴിഞ്ഞില്ലേ ഓൾമോസ്റ്റ്? ബബിൾ ടീ വേണ്ട, ഫുള്ളാണോ? ഇപ്പോഴല്ലേ കഴിച്ചു, 1 മണിക്കൂറായിട്ടുള്ളൂ. വേണ? ഈ തൈവാനിലെ ബബിൾ ടീ ശരിക്കും വേറെ ലെവലാ അല്ലേ? തായ്ലൻഡും മലേഷ്യ ഒന്നും. തൈവാൻ കുടിച്ചു കഴിഞ്ഞാൽ തായ്ലൻഡിന്റെ ഒന്നും ഇല്ലാതെയാവും. ബബിള് ഭയങ്കര സോഫ്റ്റാ, മെൽറ്റിന്റെ മൗത്താ. പക്ഷെ പാലിലാണ് ഇവിടെ മെയിൻ കളി. ചായ ഒന്നുമല്ല, വെറും പാലില് കുറച്ച് പാം ഷുഗറും അല്ലെങ്കിൽ ഹണിയും, അല്ലെങ്കിൽ പാം ഷുഗർ ഇടുന്നത്, പാം ഷുഗറും ബബിളും, വേറെ ഒന്നുമില്ല. ടീ തുടങ്ങിയെടുത്ത് തന്നെ എത്തി ഫുൾ. നമ്മളിപ്പോ ടോട്ടൽ ഏകദേശം 3 കിലോമീറ്ററിന് അടുത്ത്, 3.5 4 കിലോമീറ്ററിന് അടുത്ത് നടന്ന് അറിഞ്ഞില്ല.
ഇവിടെ ആക്ച്വലി രാവിലെ ഷോപ്പുകൾ തുറക്കുന്നതിന് മുമ്പ് വയസ്സായവർ എക്സസൈസ് ചെയ്യാൻ വരുന്നു. വാക്കിംഗ് ഒറ്റ റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ തിരിച്ചു പോകും. അപ്പോൾ അവർക്ക് മഴ വെയിലൊന്നും ഒരു വിഷയമല്ലല്ലോ, അതിനും കൂടെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് അല്ലേ, കാരണം ഷോപ്പിംഗ് ആയിട്ട് ഭയങ്കര സംഭവമല്ല. ഇവിടെ വന്ന ആ നൈഫ് മസാജ് നല്ലതാ. പിന്നെ ഇങ്ങനെ ചെറിയ നല്ല നല്ല ഡ്രസ്സസ് ഉണ്ട്, വലിയ എക്സ്പെൻസീവ് അല്ല. സൂവനിയേഴ്സിന്റെ ഷോപ്പ് ഉണ്ട്. പറ്റുമെങ്കിൽ വീഡിയോ ഗെയിം വാങ്ങണമെങ്കിൽ 100% ഇവിടെ വരുക. ബെസ്റ്റ് പ്രൈസ് ഇവിടെയാ. പോവാൻ തിരിച്ച് അതെ തിരിച്ചു പോയിട്ട് നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളും കാണിച്ചിട്ട് 7-Eleven നിന്ന് ഡിന്നർ നമ്മുടെ ഹോട്ടലിന്റെ വെളിയിലിരുന്ന് കഴിക്കാം രാത്രി. ക്രൊസാൻസ് ഒക്കെ ഒന്ന് നോക്കിക്കേ കഴിയും. ഈ കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്ലേക്കിനെസ് അറിയാലോ. കാരമൽ പുഡിംഗ് ക്രൊസാൻ. ലുക്ക് അറ്റ് ദ ചോക്ലേറ്റ് ഹേസൽനട്ട് ക്രൊസാൻ. മൈ ഗോഡ്, അത് കടിച്ചു കഴിയുമ്പോൾ തന്നെ എൻ്റെ പകുതി താഴെ വീഴും, പൊടിഞ്ഞു. ട്രഫിൾ ക്രൊസാൻ സൂപ്പർ. എന്തോരം വെറൈറ്റീസ് ആണ് നോക്ക്. ഞങ്ങൾ ജസ്റ്റ് വേറെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങി നടക്കാമെന്ന് വെച്ചാൽ നല്ല വെതർ, ഒരു 18 ഡിഗ്രീസ്. ജസ്റ്റ് തൈവാൻ്റെ ഉള്ളിൽ കൂടെയുള്ള സൈഡ് കൂടെയുള്ള ആലീസ് വേസും സ്ട്രീറ്റ്സ് ഒക്കെ ഭയങ്കര ക്ലീനാണ്. ശരിക്കും ഒരു ജപ്പാൻ്റെ ഒരു അത്രയും ക്ലീൻനെസ് ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും സംഭവങ്ങളും വാക്കിംഗ് ട്രാക്സ്, ഫുട്പാത്ത് ഇല്ലാത്ത ഒരു സ്ഥലമില്ല. സോ ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു രാജ്യമാണ്, എസ്പെഷ്യലി സിൻസ് ഇറ്റ്സ് സോ അഫോർഡബിൾ. പക്ഷെ നമുക്കൊരു ജപ്പാൻ കൊറിയയുടെ ഒരു വൈബും കിട്ടും, ആ സമയത്ത് ഇവരുടെ ആയിട്ടുള്ള ഒരു കൾച്ചറും നമുക്ക് കിട്ടും. അതെ, അമ്മയും മോനെയും കൊണ്ട് നിങ്ങൾ ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്താലേ അത് പറ. അതെ, മോന്റെ കൈ തണക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ രാത്രി ഇപ്പൊ 11 മണിക്ക് ഓടി നടന്ന് യൂണിക്ലോയിലൊന്നുമില്ല തപ്പി അവന് ഗ്ലൗസ് കിട്ടി, ഹാപ്പിയായി. അല്ലെ ഞാൻ പ്രിയക്ക് വേണ്ടി നമ്മൾ യൂണിക്ലോയും H&M ഒക്കെ പോയി. എന്തായിരുന്നു വേണ്ട? ലെഗിൻസ് പോലത്തെ തേർമൽസ് എന്തെങ്കിലും. ഇതെന്താന്ന് നോക്ക്. അതൊക്കെ കിട്ടും. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണെങ്കിലും രാത്രി 11 മണിക്ക് ഇവിടെ കിട്ടും. യൂണിക്ലോയിലും H&M പോലും ഇല്ലാതെ ഇതിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഇനി ഹോളും ഇല്ല, ഒന്നും വേണ്ട. വലിയ ഹോളൊന്നും കാണിക്കണ്ട, ഒട്ടും വയ്യ, ഭയങ്കര ടയേർഡാണ്. ജസ്റ്റ് വേദുവിനെ വാങ്ങിയ ശാശയുടെ മാത്രം കാണിക്ക്. പിന്നെ H&M ഭയങ്കര സംഭവം ഞാൻ പോയി വാങ്ങിയില്ല, ഞാൻ പോലും കണ്ടിട്ടില്ല എന്താന്ന്. അത് കൊള്ളാം. പിന്നെ അവിടെ ഒരു നാട്ടിലെ ചെറിയ തണുപ്പത്തൊക്കെ ഇടാൻ പറ്റും. ബാക്കിയുള്ള ഹോൾ വീഡിയോ ഒക്കെ നാട്ടിലെത്തിയിട്ട് കാണിക്കാം. നൈറ്റ് ഡ്രസ് അതൊക്കെ കണ്ടല്ലോ. യൂണിക്ലോന്റെ കുറച്ച് കാണിക്കുന്നുണ്ട്, കവേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്. ഓ, ഇതാണ് സംഭവം. നൈസ്. ഇട്ട് കഴിയുമ്പോഴായിരിക്കും എന്റെ ലുക്ക്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. വേഗം എല്ലാം പാക്ക് ചെയ്താ നാളെ രാവിലെ. ഇതും വാങ്ങിയോ? ഓക്കെ, നാളെ രാവിലെ സൂവിലേക്ക് പോകാനുള്ളതാ. ഓക്കെ, വേഗം കയറി കിടന്ന. അപ്പൊ നാളെ വേറൊരു വ്ളോഗിൽ കാണാം. ഷോപ്പിങ്ങിനാണ് സാറ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഓക്കെ, ആവുന്നത് ആൾക്കാർക്ക് ഷോപ്പിംഗ് വ്ളോഗാണ് ഏറ്റവും ഈസി. ഇത് ഏറ്റവും പാട് ഷോപ്പിംഗ് വ്ളോഗാ. അപ്പൊ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബാത്റൂമിൽ നിന്ന് ടബിലിരിക്കുക. ബൈ.